യാക്കോബായ സഭ മുൻ നിരണം ഭദ്രസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് ഓൺലൈൻ തട്ടിപ്പിനിരയായതായി പരാതി. 15 ലക്ഷത്തിലധികം രൂപയാണ് തട്ടിപ്പ് സംഘം കവർന്നെടുത്തത്. പത്തനംതിട്ട കീഴ്വായ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈ മാസം 3, 5 തീയതികളിലായിരുന്നു തട്ടിപ്പ്. 2 അക്കൗണ്ടിൽ നിന്നായി 15,11,086 രൂപയാണ് കുർലോസിന് നഷ്ടപ്പെട്ടത്. സ്വന്തം അക്കൗണ്ടിൽ നിന്നും 13 ലക്ഷത്തിലധികം രൂപയും സുഹൃത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് 1 ലക്ഷത്തിലധികം രൂപയുമാണ് തട്ടിപ്പ് സംഘം കൈക്കലാക്കിയത്. ഡൽഹിയിലുള്ള യെസ് ബാങ്ക് അക്കൗണ്ടിലേക്കും ജയ്പൂരിലുള്ള IOB അക്കൗണ്ടിലേക്കുമായാണ് പണം നൽകിയിരിക്കുന്നത്. കുർലോസിന്റെ പേരിൽ മുംബൈയിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നും അതുവഴി കള്ളപ്പണ ഇടപാട് നടന്നെന്നും തട്ടിപ്പുകാർ വിശ്വസിപ്പിച്ചു. ഇതിനൊപ്പം വീഡിയോ കോൾ ചെയ്ത് വെർച്വൽ അറസ്റ്റിലാണെന്നും ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. കള്ളപ്പണം വെളുപ്പിക്കലിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മുംബൈ പോലീസ് CBI ഏജൻസികളാണെന്നും കുർലോസിനെ വിശ്വസിപ്പിച്ചായിരുന്നു കബളിപ്പിച്ചത്. കുർലോസിന്റെ പരാതിയിൽ പത്തനംതിട്ട കീഴ്വായ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, പത്തനംതിട്ട. സെറ്റിൽമെന്റിനാണ് പണം നൽകിയത് എന്ന പ്രചാരണം തെറ്റെന്ന് സൈബർ തട്ടിപ്പിനിരയായ ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞു. 2 ദിവസം വെർച്വൽ കസ്റ്റഡിയിലാണെന്ന് വിശ്വസിപ്പിച്ചു. സുപ്രീംകോടതി നിരീക്ഷണത്തിലുള്ള രഹസ്യ അക്കൗണ്ടിലേക്ക് പണം കൈമാറണമെന്ന നിർദ്ദേശമാണ് പാലിച്ചത്. തനിക്ക് മറച്ചുവെക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകിയതെന്നും കൂറിലോസ് പറഞ്ഞു. മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ ഞാനൊരു ഓൺലൈൻ ചീറ്റിങ്ങിന് വിധേയനായി. എന്നാൽ അത് സെറ്റിൽമെൻറ്റ് പണം അടച്ചു എന്നുള്ളത് ശരിയായ വാർത്തയല്ല. സെറ്റിൽമെൻറ്റ് പണം അവരെന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല, ഞാൻ കൊടുത്തിട്ടുമില്ല. മറിച്ച് എൻ്റെ അക്കൗണ്ടെല്ലാം ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു. അത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ, കോടതി വിധിയെല്ലാം ഫേക്കായിരുന്നു എന്ന് നമുക്കിപ്പോഴാണ് അറിയുന്നത്. ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എനിക്കുണ്ടായിരുന്ന 3 അക്കൗണ്ട് ഞാൻ ഡിക്ലെയർ ചെയ്തു. 3-ൽ കൂടെ ഉണ്ടായിരുന്ന 13 ലക്ഷം രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 170 ഞാൻ വിഡ്രോ ചെയ്തു എന്നുള്ള ഒരു അലിഗേഷൻ വന്നത് ശരിയല്ലെങ്കിൽ പോലും അവരങ്ങനെ അത് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ഇന്ന് മേടിച്ചത് അയച്ചു കൊടുത്തു. ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ടൊരു സെറ്റിൽമെൻറ്റ് ഇതിനകത്ത് നടന്നിട്ടില്ല. അവർ എനിക്ക് സംശയം തോന്നിയപ്പോൾ അവർക്ക് പിന്നെ എന്നെ ബന്ധപ്പെട്ടിട്ടുമില്ല. അവരും കട്ട് ചെയ്ത് മാറി. ഞാൻ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചത്.